പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഈ പാഠത്തിൻ്റെ 4ാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു പാർട്ട്ണറിൻ്റെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവസാനത്തെ 3 പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ്ലി about adjustment of accumulated profits and losses, and secondly about the treatment of profit for the intervening period, and also disposal of amount due to retiring partner. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ആദ്യം നമുക്ക് നോക്കാം. സോ അബൌട്ട് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. Accumulated profits may be in the form of reserves or undistributed profits, and there may also be accumulated or undistributed losses. Sometimes the balance sheet of a firm may show accumulated profits in the form of general reserve or undistributed profits. There may also be accumulated losses in the form of profit and loss account debit balance. ഒരു പാർട്ട്ണറിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ ചിലപ്പോൾ റിസർവുകൾ ഉണ്ടാവാം. ജനറൽ റിസർവ് എന്നോ റിസർവ് ഫണ്ടെന്നോ അല്ലെങ്കിൽ സിംപ്ലി റിസർവ് എന്ന പേരിൽ ലയബിലിറ്റി സൈഡിലെ ഒരു ഐറ്റം നമുക്ക് കാണാൻ കഴിയും. റിസർവിനെ കുറിച്ച് നമ്മൾക്കറിയാം, ഫ്യൂച്ചർ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ്. അതും അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് ഇവിടെ റിസർവ് എന്ന് പറയുന്നത്. അത്തരം റിസർവുകൾ അതോടൊപ്പം തന്നെ അൺഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ചിലപ്പോഴുണ്ടാവാം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. കഴിഞ്ഞാൽ ലാഭം പാർട്ട്നേഴ്സിന് പങ്കുവച്ചിട്ടില്ലെങ്കിൽ ആ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇനം കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ഇറ്റ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. സിമിലർലി, ഇഫ് ദർ ഈസ് എനി ഡെബിറ്റ് ബാലൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ആ ഡെബിറ്റ് ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അക്യുമുലേറ്റഡ് ലോസ് ആണ്, അല്ലെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസർവുകൾ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ് റിട്ടയർമെൻറ്റിൻ്റെ സമയത്തുണ്ടെങ്കിൽ അവയുടെ വിഹിതം റിട്ടയറിംഗ് പാർട്ട്ണർക്ക് നൽകേണ്ടതുണ്ട്. ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഹിസ് ഷെയർ ഇൻ ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഈസ് ഓൾസോ ലയബിൾ ടു ഷെയർ ദ അക്യുമുലേറ്റഡ് ലോസസ്. ഇപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ഈ റിസർവിൻ്റെ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസിൻ്റെ ഷെയർ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതേസമയത്ത് അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർ ആ നഷ്ടം വഹിക്കേണ്ടതുണ്ട്. ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദീസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ബിലോങ് ടു ഓൾ ദ പാർട്ട്നേഴ്സ് ആൻഡ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പോൾ ഒരു പാർട്ട്ണർ റിട്ടയർമെൻറ്റ് സമയത്ത് ഇത്തരത്തിലുള്ള റിസർവോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അത് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ
അതെല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഫോർ ട്രാൻസ്ഫർ ഓഫ് റിസർവ്സ്, ദ ജേണൽ എൻട്രി വിൽ ബി റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഹിയർ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൺ ടു ഓൾ പാർട്ട്നേഴ്സ്. Here the narration is reserves transferred to all partners capital accounts in their old profit sharing ratio. അവിടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണം എല്ലാ പാർട്ട്നേഴ്സിനും ഇൻഡിവിജ്വലായിട്ട് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സെക്കൻഡ്ലി ഫോർ ട്രാൻസ്ഫർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ സിമിലർ ജേണൽ എൻട്രി ആണ്. വിനോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനാണ് അവിടെ ഡെബിറ്റ് കൊടുക്കേണ്ടത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു all partners capital account individually. Here accumulated profit transferred to all partners capital accounts in their old profit sharing ratio. എന്നാൽ accumulated losses ആണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? Here debit should be given to the partners capital accounts. So all partners capital account debted individually to പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് അക്യുമുലേറ്റഡ് ലോസ്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ആ തുക എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ അക്യുമുലേറ്റഡ് ലോസ് ഷെയർ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അക്യുമുലേറ്റഡ് ലോസസ് ട്രാൻസ്ഫർഡ് ടു all partners capital account in their old profit sharing ratio. Let us consider an example. ഈ പാഠത്തിലെ 11ാമത്തെ ഇലിസ്ട്രേഷനാണ്. ക്വസ്റ്റ്യൻ വായിക്കുക. ഇന്ദു, ജീറ്റോ ആൻഡ് ഹരി ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. Indu retires and the balance sheet of the firm on that date was as follows. ഇന്ദുവിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്തുള്ള ബാലൻസ് ഷീറ്റാണ് താഴെ തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ March 31, 2020. Here various items are given and we should consider the two relevant items. In the liability side there is general reserve of 90,000. And on the asset side, the last item is profit and loss account 60,000. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ അക്യുമുലേറ്റഡ് ലോസസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് അക്യുമുലേറ്റഡ് ലോസിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആ ഡെബിറ്റ് ബാലൻസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസുമാണ് അല്ലെ അക്യുമുലേറ്റഡ് ലോസുമാണ് ഷെയർ ചെയ്യേണ്ടത്. അതിനുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മൾ എഴുതേണ്ടത്. പാസ് ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജനറൽ റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസസ്. ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ്ലി ഫോർ ഷെയറിംഗ് ദ ജനറൽ റിസർവ് ഓൺ 2020 March 31, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 90,000. It should be shared among all partners in the old ratio. So credit should be given to Indu's capital account, Jito's capital account and also Hari's capital account in the ratio of 3:2:1. That was the old ratio. അപ്പോൾ ആ ജനറൽ റിസർവ് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഓൾഡ് റേഷ്യോയിൽ വിധിക്കുന്നു. The journal entry will be general reserve account debtor 90,000 to Indu's capital account 45,000, Jito's capital account 30,000 and Hari's capital account 15,000. ഇതേ തുടർന്ന് അക്യുമുലേറ്റഡ് ലോസ് ഷെയർ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി. ഹിയർ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദർ ഓൾഡ് റേഷ്യോ. ഇവിടെ അക്യുമുലേറ്റഡ് ലോസ് ആയിട്ടുള്ള 60,000 എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഓൾഡ് റേഷ്യോയിൽ വേണം ഡെബിറ്റ് ചെയ്ത് കൊടുക്കാൻ. So the journal entry will be Indu's capital account debtor 30,000, Jito's capital account debtor 20,000, Hari's capital account 10,000, to profit and loss account 60,000. Accumulated loss transferred to all partners capital account
in their old ratio 3:2:1. ഈ രീതിയിൽ ജനറൽ റിസർവോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസോ ഉണ്ടെങ്കിൽ അതെല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ റിട്ടയർമെൻറ്റ് സമയത്ത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസ് ആണുള്ളതെങ്കിൽ അതെല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക ഇൻ ദർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Let us consider the next adjustment, that is about the treatment of profit and loss for the intervening period. സാധാരണത്തിൽ നമുക്കറിയാം റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആണ്. അത് സാധാരണ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലാണ് ഇഫക്റ്റ് ചെയ്യാറുള്ളത്. വിരമിക്കുന്നവരൊക്കെയും സാധാരണ ബിസിനസ്സിൽ നിന്നും വർഷ അവസാനത്തിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലാണ് വിരമിക്കാറുള്ളത്. എന്നാൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ റിട്ടയർമെൻറ്റ് സംഭവിക്കാം. സോ നോർമലി റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ടേക്ക് പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ബട്ട് ദർ ക്യാൻ ബി കേസസ് where a partner decided to retire in the middle of the year. In such a case, the claim shall include share of profit or loss from the date of last balance sheet to the date of retirement. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് റിട്ടയർമെൻ്റ് എങ്കിൽ കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് മുതൽ അല്ലെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത ഡേറ്റ് മുതൽ റിട്ടയർമെൻറ്റ് ഡേറ്റ് വരെയുള്ള കാലയളവിലേക്കുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെ അതിൻ്റെ ഷെയർ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് നൽകുകയും ചെയ്യണം. ദസ് ദ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇൻ്റർവെനിങ് പീരീഡ്, ദാറ്റ് ഈസ് ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ആൻഡ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഷുഡ് ബി മെയ്ഡ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള അല്ലെങ്കിൽ ആ ഇടക്കാലത്തേക്കുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം നിർണ്ണയിക്കുകയും അതിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് അതിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഇൻ്റർവെനിങ് പീരീഡിൽ ലോസ് ആണുള്ളതെങ്കിൽ അത് ആ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ അയാൾക്ക് ഡെബിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള, ഇവിടെ ഇൻ്റർവെനിങ് പീരീഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റിന് ശേഷം റിട്ടയർമെൻറ്റ് വരെയുള്ള കാലയളവാണ്. ആ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ അയാൾക്ക് നൽകേണ്ടതുണ്ട്. Here how we can calculate the profit or loss for the intervening period. ആ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂഷ്വലി 3 മെത്തേഡ്സ് ആർ ദർ. ആ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ട് 3 രീതികളാണുള്ളത്. സോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇൻ്റർവെനിങ് പീരീഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 3 ways. ഫസ്റ്റ്ലി based on actual profits. ആ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി അവിടെ ആക്ച്വൽ ആയിട്ടുള്ള പ്രോഫിറ്റ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. റിട്ടയർമെൻറ്റ് ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി ആ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ അത് പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അക്കൗണ്ട്സൊക്കെ ക്ലോസ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി അവിടെ പ്രോഫിറ്റ് നിർണ്ണയിക്കുക എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമായിട്ടുള്ളൊരു ജോലി ആയതുകൊണ്ട് സാധാരണ ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. സോ ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ആവറേജ് പ്രോഫിറ്റ്സ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റ് എടുക്കുകയും ആ ആവറേജ് പ്രോഫിറ്റിൽ ആ റിട്ടയർമെൻറ്റ് കാലയളവ് വരെയുള്ള ആ പോർഷൻ നിർണ്ണയിക്കുകയും അത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ സെയിൽസ് ഇഫക്റ്റഡ്. അപ്പോൾ സാധാരണഗതിയിൽ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടാകും സാധാരണ. അപ്പോൾ അവിടെ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള സെയിൽസ് കണ്ടുപിടിക്കുകയും
ആ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് നിർണ്ണയിച്ച് ആ പോർഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ് സെയിൽസിൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സെയിൽസ് ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻ്ററിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഇൻ്റർവീനിങ് പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദർ ആർ 3 ways by which we can calculate the profit or loss for the intervening period. Firstly, based on the actual profit. Secondly, based on the average profits of past few years. And also on the basis of the sales turnover. ഇത്തരത്തിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഇൻ്ററിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അത് റിട്ടയർമെൻ്റ് സമയത്ത് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. So what are the journal entries to be passed for adjusting this profit or loss for the intervening period? Journal entries of profit or loss for the intervening period. Retiring partners' share of profit or loss for the intervening period is taken into account by passing the following journal entries. So if there is intervening profit, here it should be debited to a temporary account called profit and loss suspense account. Here debit should be given to a temporary account called profit and loss suspense account. So the journal entry will be profit and loss suspense account added to retiring partners capital account. അപ്പോൾ ഇവിടെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഇൻ്ററിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻ്റർവെനിങ് പീരീഡിലേക്കുള്ള റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും അത് ആ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ആൻഡ് ഹിയർ ദ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു എ ടെമ്പററി അക്കൗണ്ട് കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. But in case of loss for the intervening period, here the journal entry will be just reverse, retiring partners capital account added to profit and loss suspense account. അപ്പോൾ ആ ഇൻ്റർവീനിങ് പീരീഡിലേക്കുള്ള ലോസ് ആണുള്ളതെങ്കിൽ ആ ലോസിൻ്റെ ഷെയർ, റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ അയാൾക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അയാളിൽ നിന്ന് അത്രയും തുക ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. So the debit should be given to the retiring partners capital account and the respective credit should be given to profit and loss suspense account. അപ്പോൾ ഇൻ്റർവീനിങ് പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രിയാണ് നമ്മൾ കണ്ടത്. ആൻഡ് ഹിയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഈസ് എ ടെമ്പററി അക്കൗണ്ട് ആൻഡ് ദാറ്റ് അക്കൗണ്ട് ഷുഡ് ബി ക്ലോസ്ഡ്. How it can be closed? The profit and loss suspense account is closed by transferring the amount to gaining partners capital account in their gaining ratio. റിട്ടയർമെൻറ്റിലൂടെ അധിക ലാഭം ലഭിക്കുന്ന ആ ഗെയിനിങ് പാർട്ട്നേഴ്സ് അവരാണ് നഷ്ടം സഹിക്കേണ്ടത്. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് അവിടെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടതുണ്ട് by transferring that amount to gaining partners capital accounts in their gaining ratio. Then the journal entry will be gaining partners capital account debtor to profit and loss suspense account. ഇവിടെ പ്രോഫിറ്റിൻ്റെ കേസ് ആണെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് ഗെയിനിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് അവിടെ ഗെയിനിങ് റേഷ്യോയിൽ ഡെബിറ്റ് കൊടുക്കുന്നു. അക്യുമുലേറ്റഡ് ലോസിൻ്റെ കേസ് ആകുമ്പോൾ നേരെ റിവേഴ്സ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാത്തടത്തോളം കാലം അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതുണ്ട്. സോ ഇഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഈസ് നോട്ട് റിട്ടേൺ ഓഫ്, it should be shown in the balance sheet. ഒരു ഉദാഹരണത്തിലൂടെ കൂടുതൽ നമുക്ക് ഇൻ്ററിം പീരീഡിലേക്കുള്ള പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ നടത്താമെന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 12 മാത്യു, സോണി ആൻഡ് വിപിൻ were partners in a firm sharing profits in the ratio 5:4:1. Here Bivin decided to retire on June 30th, 2020. The firm closes its books on March 31st every year. സാധാരണ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന മാർച്ച് 31-നാണ്. ഇവിടെ റിട്ടയർമെൻറ്റ് ജൂൺ 30-നാണ്.
അപ്പോൾ 3 മാസത്തിന് ശേഷമാണ്, ലാസ്റ്റ് ബാലൻസ് ഷീറ്റിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ റിട്ടയർമെൻറ്റ്. പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 3 years were rupees 1,36,000 for 2017-18, rupees 1,54,000 for 2018-19 and 1 lakh for 2019-20. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഇൻ്ററിം പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. പാസ് നെസസറി ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ബിവിൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ ആ ഇൻ്ററിം പീരീഡിലേക്കുള്ള പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുകയും അതിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി പാസ് ചെയ്യുകയുമാണ് ഇവിടെ വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് നിർവഹിക്കാം. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കുക. കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹിയർ ദ ടോട്ടൽ വിൽ ബി 3,90,000 ഡിവൈഡഡ് ബൈ 3. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്ന 1,30,000 ആണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റ് 1,30,000 ആണ്. അതിൽ ഇൻ്ററിം പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഇൻ്റർവെനിങ് പീരീഡിലെ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരെയുള്ള 3 മാസക്കാലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാർച്ചിൽ കണക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം, അവിടെ ജൂണിലാണ് റിട്ടയർമെൻറ്റ്, ജൂൺ 30-നാണ് റിട്ടയർമെൻറ്റ്. അപ്പോൾ ലാസ്റ്റ് ബാലൻസ് ഷീറ്റിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് റിട്ടയർമെൻറ്റ്. അതുകൊണ്ട് അതിൻ്റെ 3 മാസ കാലയളവിലേക്കുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. 1,30,000 ഈസ് ദ ആവറേജ് പ്രോഫിറ്റ്. അതിനെ 3/12 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഹിയർ ദ പ്രോഫിറ്റ് ഫോർ ദ ഇൻ്ററിം പീരീഡ് ഈസ് 1,30,000 ഇൻറ്റു 3/12. 3 മാസത്തേക്കുള്ള പ്രോഫിറ്റാണ്. 1,30,000 ആവറേജ് പ്രോഫിറ്റിനെ 3/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 32,500 ആണ് ആ ഇൻ്ററിം പീരീഡിലേക്കുള്ള പ്രോഫിറ്റ്. അതിൽ റിട്ടയറിംഗ് പാർട്ട്ണറായിട്ടുള്ള ബിബിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 1/10 ആണ് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ലഭിക്കുന്നത്. സോ 32,500 ഇൻറ്റു 1/12, ദാറ്റ് ഈസ് 3,250 ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻ്ററിംഗ് പ്രോഫിറ്റ് ടു ബി credited to Bibin's capital account. So the journal entry will be profit and loss suspense account debtor 3,250 to Bibin's capital account 3,250. Then the last adjustment to be made at the time of retirement of a partner is the disposal of amount due to the retiring partner. Retiring partner കൊടുക്കേണ്ട തുക നിർണ്ണയിക്കുകയും അത് അയാൾക്ക് നൽകുകയും ചെയ്യലാണ് ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്. സോ അബൌട്ട് ദ ഡിസ്പോസൽ ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഈസ് സെറ്റിൽഡ് ആസ് പെർ ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ദാറ്റ് ഈസ് ലംപ് സം ഇമ്മീഡിയറ്റ്ലി ഓർ ഇൻ വേരിയസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് with or without interest, or partly in cash immediately and partly in installments at the agreed intervals. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നൽകാനുള്ള തുക എഗ്രിമെൻ്റ് പ്രകാരമാണ് നൽകുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ തുക ഒന്നിച്ച് നൽകാനുള്ള തുക ലംസമായിട്ട് തുക ഒന്നിച്ചപ്പോൾ തന്നെ നൽകാം. അല്ലെങ്കിൽ പണം നൽകാനില്ലെങ്കിൽ അത് അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ചിലപ്പോൾ പാർട്ടായിട്ട് പണം നൽകുകയും ബാക്കി കൊടുക്കാനുള്ള തുക ഇൻട്രസ്റ്റോട് കൂടിയോ ഇൻട്രസ്റ്റ് ഇല്ലാതെയോ തവണകളായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയുമുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എഗ്രിമെൻറ്റ്, Section 37 of the Indian Partnership Act 1932 is applicable, which states that the outgoing partner has an option to receive either interest at the rate of 6% per annum till the date of payment, or such share of profits which has been earned with his money.
പ്രത്യേക ഒരു എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 37 ആണ് ബാധകമായിട്ടുള്ളത്. അവിടെ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ആ തുക മുഴുവൻ ലഭിക്കുന്നത് വരെ 6% പ്രതിവർഷം 6% പലിശയോ, അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കാനുള്ള തുക ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റോ ലഭിക്കാനുള്ള അർഹതയുണ്ട്. അതിലേത് വേണമെങ്കിലും ഓപ്ഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് അവിടെ സെറ്റിൽമെൻറ്റ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ലാത്ത സാഹചര്യങ്ങൾ മാത്രമാണ് പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പൊതുവ്യവസ്ഥ ബാധകമായിട്ടുള്ളത്. In case the firm is not in a position to make the payment immediately, the amount due is transferred to the retiring partner's loan account. ഉടൻ തന്നെ പണമായിട്ട് റിട്ടയറിംഗ് പാർട്ട്ണറുടെ തുക നൽകുന്നില്ല എങ്കിൽ അത് അയാളുടെ ലോൺ അക്കൗണ്ടിലേക്കാണ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. When retiring partner is paid cash in full, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് നൽകുന്നതെങ്കിൽ ഹിയർ ദ ജേർണൽ എൻട്രി വിൽ ബി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ആൻഡ് സെക്കൻഡ് കേസ്, വെൻ ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഹോൾ എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ലോൺ, സ്ഥാപനത്തിൽ നിന്ന് ഉടൻ തന്നെ പണമായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം അത് ലോൺ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. ദ ജേർണൽ എൻട്രി വിൽ ബി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്ക് കൊടുക്കാനുള്ള തുക മുഴുവനും ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ദർ മേ ബി എ തേർഡ് കേസ്, വെൻ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് പാർട്ട്ലി പെയ്ഡ് ഇൻ ക്യാഷ് ആൻഡ് ദ റിമൈനിങ് എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ലോൺ. ഭാഗികമായിട്ട് പണമായിട്ട് കൊടുക്കുകയും ബാക്കി തുക ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ദ ജേർണൽ എൻട്രി വിൽ ബി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എത്ര തുക ക്യാഷായിട്ട് കൊടുക്കുന്നോ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നു. അതേസമയം ബാക്കിയുള്ള തുക, കൊടുക്കാനുള്ള തുക റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്തരത്തിൽ സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 3 ജേർണൽ എൻട്രീസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതിനു പുറമെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് കൂടെ നമുക്ക് നോക്കാം. വെൻ ലോൺ account is settled by paying in installment including principal and interest. അപ്പോൾ അവിടെ തവണകളായിട്ട് പിന്നീട് ലോൺ എമൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത തുക തവണകളായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ അവിടെ പലിശയുണ്ടെങ്കിൽ ആ പലിശ ലോൺ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടതുണ്ട്. സോ ദ ജേർണൽ എൻട്രി വിൽ ബി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. പലിശ കൂടെ വരുമ്പോൾ ലോൺ എമൗണ്ട് വർദ്ധിക്കുന്നു. സോ ദ ജേർണൽ എൻട്രി വിൽ ബി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഇനിയും ഇൻസ്റ്റാൾമെൻറ്റ് തുക നൽകുമ്പോൾ, അവിടെ കൊടുക്കാനുള്ള തുക ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നൽകുമ്പോൾ, ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നൽകുമ്പോൾ എഴുതേണ്ട ജേർണൽ എൻട്രി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. പണം നൽകുമ്പോൾ, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നൽകുമ്പോൾ ലോൺ എമൗണ്ട് കുറയുന്നു. സോ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുന്നു, ബാധ്യത കുറയുന്നതിനാൽ. സോ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്നാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നൽകുമ്പോൾ എഴുതേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 13. ഹിയർ എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ബി retires from the firm. On the date of retirement, ₹60,000 become due to him. അവിടെ ബി റിട്ടയർ ചെയ്യുമ്പോൾ 60,000 ഫേമിൽ നൽകാനുള്ളത്. എ ആൻഡ് സി പ്രോമിസസ് ടു പേ ഹിം ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് എവറി ഇയർ. ബിസിനസ്സിൽ മതിയായ തുക ഇല്ലാത്തതുകൊണ്ട് തവണകളായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ, ടു വിച്ച് ഹി അഗ്രീഡ്, അതിന് ബി സമ്മതിക്കുകയും ഇവിടെ ബിയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവിടെ ബിയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കണം. ഒന്നാമത്തെ കേസ്, വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഫോർ 4 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്സ് പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 12% per annum. അവിടെ 4 തുല്യ തവണകളായിട്ട്
60,000 4 തവണകളാക്കുമ്പോൾ നമുക്കറിയാം 15,000 വെച്ച് ഒരു വർഷം അടയ്ക്കേണ്ടതുണ്ട്. ആ 15,000-നോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ബാലൻസ് ഉള്ള തുകയുടെ 12% കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പലിശ കൂടെ ചേർത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വർഷം 15,000 രൂപയും അവിടെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടിയാണ് പേ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസിൽ when the payment is made in 3 yearly installments of 20,000 including interest at the 12% on the outstanding balance during the first 3 years and the balance including interest in the 4th year. അപ്പോൾ ഇവിടെ 20,000 രൂപ വെച്ചിട്ട് ഓരോ വർഷവും കൊടുക്കുന്നു. അവസാന വർഷം ബാലൻസ് ഉള്ള തുക, ഇവിടെയും 12% തന്നെയാണ് ഇൻട്രസ്റ്റ്. എന്നാൽ എല്ലാ വർഷവും ആദ്യത്തെ 3 വർഷം 20,000 വെച്ച് കൊടുക്കുന്നു. അവസാന വർഷം ബാക്കി കൊടുക്കാനുള്ള തുക കംപ്ലീറ്റ് കൊടുക്കുന്ന രീതി. അങ്ങനെ 2 പ്രത്യേക സാഹചര്യങ്ങളിലാണ് ബിയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ അവിടെ എല്ലാ വർഷവും 15,000 അവിടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് നൽകുന്നു. സോ ഫസ്റ്റ് കേസിൽ ബിയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ഈ തുക ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ദ ഫസ്റ്റ് എൻട്രി വിൽ ബി ക്രെഡിറ്റ് സൈഡിൽ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും തുക ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ക്രെഡിറ്റ് സൈഡിൽ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000. ദെൻ വർഷാവസാനം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഇൻട്രസ്റ്റ് കൂടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ലോൺ എമൗണ്ട് വർദ്ധിക്കുന്നു. 60,000-ൻ്റെ 12% 7,200 ഒന്നാം വർഷത്തെ പലിശ. അപ്പോൾ ആ വർഷം 7,200 രൂപ പലിശ അടക്കം. അപ്പോൾ 15,000 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും 7,200 അവിടെ പലിശയും അടക്കം 22,200 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ഡേറ്റിൽ ബാങ്ക് അക്കൗണ്ട് 22,000 എന്ന് എഴുതുക. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 45,000 രൂപയാണ് മുതൽ ബാക്കി കൊടുക്കാനുള്ളത്. അത് പിറ്റേ വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. ക്രെഡിറ്റ് സൈഡിൽ സെക്കൻഡ് ഇയറിൽ ബാലൻസ് ബ്രോഡൗൺ 45,000 ആ 45,000-ന് 12% വെച്ചുള്ള ഒരു വർഷത്തെ പലിശ ക്രെഡിറ്റ് ചെയ്യുന്നു 5,400. ഇപ്പോൾ രണ്ടാം വർഷം പേയ്മെൻറ്റ് കൊടുക്കുന്നത് 15,000 ആ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 5,400 ചേർന്ന് 20,400. അങ്ങനെ സെക്കൻഡ് ഇയർ ക്ലോസിംഗ് ബാലൻസ് 30,000 വരുന്നു. ആ 30,000 അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 30,000 ക്രെഡിറ്റ് സൈഡിൽ. ദെൻ ആ വർഷം 30,000-ന് 12% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 3,600 ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ആ വർഷം കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് 15,000-ൻ്റെ കൂടെ പലിശയായിട്ടുള്ള 3,600 കൂടെ ചേർത്ത് 18,600. അങ്ങനെ തേർഡ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് 15,000. ആ 15,000 നാലാം വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൗൺ 15,000. 15,000-ന് 12% വെച്ച് പലിശ കാൽക്കുലേറ്റ് ചെയ്യുക. 1,800 ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെ 15,000 1,800 പലിശയും കൂടി 16,800 കൊടുക്കുന്നതോടുകൂടിയിട്ട് ലോൺ എമൗണ്ട് മുഴുവൻ പേ ഓഫ് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ രീതിയിൽ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ രീതി അവിടെ ആദ്യത്തെ 3 വർഷം 20,000 കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് വർഷം ബാലൻസ് ഉള്ള തുക മുഴുവൻ കൊടുക്കുന്നു. ആ കേസിൽ ബിയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെ ഒന്നാം വർഷം ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ബാലൻസ് ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000. ഇൻട്രസ്റ്റ് നമുക്കറിയാം ഒന്നാം വർഷം 7,200 ഇൻട്രസ്റ്റ്. അവിടെ 20,000 അടയ്ക്കുന്നു. ആ വർഷം 20,000 നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ ബാലൻസ് 47,200. ആ 47,200 സെക്കൻഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 47,200-ൻ്റെ 12% എടുക്കേണ്ടത്. അങ്ങനെ 5,664 രണ്ടാം വർഷത്തെ ഇൻട്രസ്റ്റ്. രണ്ടാം വർഷം അങ്ങനെ 20,000 അടയ്ക്കുന്നു. അവിടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് അപ്പോൾ 32,864 രണ്ടാം വർഷം ക്ലോസിംഗ് ബാലൻസ്. അത് മൂന്നാം വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. മൂന്നാം വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് 32,864 രേഖപ്പെടുത്തുക. അതിനുശേഷം ആ തുകയുടെ 12%, 32,864-ന് 12%ആയിട്ടുള്ള 3,944 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു.
അങ്ങനെ മൂന്നാം വർഷവും 20,000 അടയ്ക്കുന്നു. അപ്പോൾ ബാലൻസ് ഉള്ള തുക 16,808 അത് നാലാം വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു 16,808. ആ 16,808-ന് 12% വെച്ച് ഒരു വർഷത്തേക്കുള്ള പലിശ 2017 ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ മൂന്നാം വർഷം മുഴുവൻ തുകയും കൊടുക്കേണ്ട ബാലൻസ് തുകയായിട്ടുള്ള 18,825 കൊടുത്ത് സെറ്റിൽമെൻറ്റ് നടത്തുന്നു. ഈ രീതിയിലാണ് ലോൺ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് തുക ഉടൻ തന്നെ നൽകുന്നില്ലെങ്കിൽ അത് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ നിശ്ചിത കാലയളവിലെ പലിശ ക്രെഡിറ്റ് ചെയ്യുകയും അവിടെ നൽകുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ രീതിയിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു പാർട്ട്ണർ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. The various accounting adjustments to be made in the books of a firm at the time of retirement of a partner. ഇതേ തുടർന്ന് റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതുമായിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും വിടാം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.